ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ദ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉപ്പൂറ്റി വേദനയ്ക്ക് കാരണമായ പ്ലാന്റാർ ഫേഷ്യേറ്റീസിനെ കുറിച്ചും അതിൻ്റെ ഹോം റെമഡീസിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓയിൻമെൻറ്റിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഇത് ഉപ്പൂറ്റി വേദനയ്ക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഓയിൻമെൻറ്റാണ്. നമുക്ക് എന്താണ് പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്നതിനെ കുറിച്ച് നോക്കാം. നമ്മുടെ ഉപ്പൂറ്റിയുടെ തൊലിയുടെ അടിയിൽ ഉള്ള ടിഷ്യൂ അല്ലെങ്കിൽ പാട പോലത്തെ ടിഷ്യൂവിൻ്റെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടിനെയാണ് പ്ലാന്റാർ ഫേഷ്യേറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നീർക്കെട്ട് ഉണ്ടാകുന്ന കണ്ടീഷനിൽ നമുക്ക് ഉപ്പൂറ്റിയിൽ അധികമായ വേദന വരും. അതുപോലെ തന്നെ നിൽക്കുമ്പോഴും അധിക സമയം നിൽക്കുമ്പോഴും ഇരുന്നിട്ട് എണീക്കുമ്പോഴൊക്കെ വേദന അനുഭവപ്പെടാം. അതുപോലെ തന്നെ കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ ഉപ്പൂറ്റി താഴെ ചവിട്ടാൻ വയ്യാത്ത അവസ്ഥ. ഇതെല്ലാം റെസ്റ്റ് പെയിനാണ്. ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള റെസ്റ്റ് പെയിൻ എന്നാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത് നമ്മൾ. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഈ വേദന കൂടുന്നതും നമ്മൾ അതുപോലെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ വേദന കുറയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പെയിനാണിത്. അതായത് ഇതിന് നീർക്കെട്ട് മൂലം ഉണ്ടാകുന്ന വേദനകളെല്ലാം റെസ്റ്റ് പെയിൻ ആയിരിക്കും എന്നതും കൂടെ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഹോം റെമഡീസ് എന്ന് നോക്കാം. വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൻമെൻറ്റിനെ കുറിച്ചാണ് ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത്. അതിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളത് വെള്ള കുന്തിരിക്കം കൊണ്ടുള്ള ഓയിൻമെൻറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് വെള്ള കുന്തിരിക്കം നമ്മൾ അല്പം എള്ളെണ്ണയോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ചൂടാക്കി അത് മെൽറ്റ് ചെയ്തെടുക്കുക, അത് അലിയിച്ചെടുക്കുക. ആ എണ്ണയിൽ അലിയിച്ചെടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ മിശ്രിതം നമ്മൾ ഗ്യാസിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് തീ ചെറുതായിട്ട് കുറച്ച് വേണം ഇത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഇത് ഗ്യാസിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് അളവിൽ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇത് ഒരു ഓയിൻമെൻറ്റ് പരുവത്തിലാക്കിയെടുക്കുക. ഈ ഓയിൻമെൻറ്റ് നമുക്ക് ഉപ്പൂറ്റിയുടെ താഴെ പുരട്ടുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ഇതുപോലെ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് പോലുള്ള കണ്ടീഷൻസിന് വളരെ ഫലപ്രദമായി നീര് വറ്റാനും വേദന കുറയാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഓയിൻമെൻറ്റ്. അതുപോലെ തന്നെ മറ്റൊരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അലോവേറ ജെല്ലാണ്. കറ്റാർവാഴയുടെ ജെല്ല് ഉപ്പുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചൂടാക്കി അവിടെ പുരട്ടാവുന്നതാണ്. ഇതുപോലെ നീരുള്ള കണ്ടീഷൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ധാന്യം എന്ന് പറയുന്നത് നമ്മുടെ മുതിരയാണ്. മുതിര നമുക്ക് ഇതുപോലെ പേസ്റ്റാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പേസ്റ്റാക്കിയതിന് ശേഷം അല്പം ചൂടുവെള്ളത്തിൽ ഇത് ഒരു ലേപനം പോലെ അവിടെ പുരട്ടാവുന്നതാണ്. ഇത് നീര് വലിയാനായിട്ട് വളരെ സഹായകരമായിട്ടുള്ള ലേപനമാണ്. ഈ മഞ്ഞൾപ്പൊടിയും മുതിരയും കൂടെ ഇട്ട് പേസ്റ്റാക്കി വെള്ളത്തിൽ ചേർത്ത് പേസ്റ്റാക്കി ഇടുന്ന ലേപനം. ഇത് നമ്മുടെ നീര് വറ്റാനും അതുപോലെ തന്നെ ഉപ്പൂറ്റി വേദന ശമിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു ലേപനം. അതുപോലെ മറ്റൊരു ഫലപ്രദമായ ചികിത്സ എന്ന് പറയുന്നത് സ്നേഹനമാണ്. അതായത് നമ്മൾ ഓയിൽ ആപ്ലിക്കേഷനാണ്. അതിൽ നമുക്ക് മഹാനാരായണ തൈലം ഉപയോഗിക്കാം, അതുപോലെ തന്നെ പിണ്ണ തൈലം ഉപയോഗിക്കാം. ഇതുപോലത്തെ എണ്ണകൾ ഉപയോഗിച്ച് നമുക്ക് ഉപ്പൂറ്റി നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം കുറച്ചൊരു ചൂട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ ചൂട് കൊടുക്കാനായിട്ട് നമുക്ക് ഉപ്പോ അല്ലെങ്കിൽ നമുക്ക് അതിൽ ഇഷ്ടികയുടെ പൊടിയോ അല്ലെങ്കിൽ നമുക്ക് മണ്ണോ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അത് നമുക്ക് ഒരു കോട്ടൺ തുണിയിൽ കെട്ടിയതിന് ശേഷം അത് ചെറിയൊരു പാത്രത്തിൽ വെച്ച് ചൂടാക്കിയിട്ട് അത് ഉപ്പൂറ്റി വേദനയുള്ള സ്ഥലത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചൂട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ആശ്വാസം കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റിന് ശേഷം ഈ ഒരു ഇഷ്ടിക ചൂർണം കൊണ്ട് ഉള്ള നമ്മുടെ ഒരു സ്വേദനം എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ചൂട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലെ തന്നെ നമുക്ക് മുറിവെണ്ണയും ഉപ്പൂറ്റി വേദനയുള്ള ഭാഗത്ത് പുരട്ടിയതിന് ശേഷം നമുക്ക് ഇത് കണക്ക് ഉപ്പോ അല്ലെങ്കിൽ നമ്മുടെ മണ്ണോ എടുത്ത് കോട്ടൺ തുണിയിൽ ചുറ്റിയതിന് ശേഷം അല്ലെങ്കിൽ ഇഷ്ടികയുടെ പൊടിയോ എടുത്ത് കോട്ടൺ തുണിയിൽ ചുറ്റിയതിന് ശേഷം അല്പം ചൂടാക്കിയതിന് ശേഷം പാത്രത്തിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്കവിടെ വെച്ച് സ്വേദനം കണക്ക് ചെയ്യാവുന്നതാണ്. ചൂട് കൊടുക്കാവുന്നതാണ് ആ ഭാഗത്ത്. ഇത് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്.
ഈ ഇതുപോലെയുള്ള ഉപ്പൂറ്റി വേദനയ്ക്കൊക്കെ നല്ല പ്ലാന്റാർ ഫേഷ്യേറ്റിസ് മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ് ഇതുപോലത്തുള്ള പ്രൊസീജിയേഴ്സ്. അതുപോലെ തന്നെ മറ്റൊരു ഇതെന്ന് പറയുന്ന എക്സസൈസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ടെൻഡൻ വലിയാനായിട്ടുള്ള എക്സസൈസ്, അതുപോലെ ഫേഷ്യ വലിയാനായിട്ടുള്ള എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ കൊടുക്കുന്നതും നമുക്ക് വളരെ ഫലപ്രദമാണ് ഇതുപോലുള്ള ഇൻഫ്ലമേഷണറി കണ്ടീഷൻസിന്. താങ്ക് യു.